ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, എന്താണ് അവരുടെ ഫീലിങ്സ് ഓർ തോട്ട്സ് ഒക്കെ എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നോക്കാം. കറൻറ്റ് എനർജി 6 ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളോടുള്ള അവരുടെ തോട്ട്സ് എന്താണ്? എയ്റ്റ് ഓഫ് കപ്സ് ആണ്. സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പം അവരുടെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻ എന്താണ്? അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ക്യൂൺ ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നോക്കിയപ്പം 6 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഒക്കെ ഇപ്പം ഓക്കെ ആവുന്ന ഒരു സമയമായിട്ടാണ് കാണിച്ചു തരുന്നത്. ഒരു ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ ആരോടൊക്കെ ഇപ്പോഴും ഷെയറിങ് ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ എനർജിയിൽ കാണുന്നത്. അതായത് അവരെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് അവരെല്ലാം തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് ആരാണെങ്കിലും അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പം കാണുന്നത്. ഓക്കെ, അത് ഈവൻ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, ഈ പേഴ്സൻ്റെ തോട്ട്സ്, നിങ്ങളോടുള്ളൊരു തോട്ട്സ് നോക്കുമ്പം 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ. അതുപോലെ തന്നെ ഈ പേഴ്സൺ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് നിങ്ങളും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും. ഓക്കെ, നിങ്ങളിപ്പം പല കാര്യങ്ങളും അവരിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട്. ബിക്കോസ് ഇവിടെ മൂൺ എനർജി വന്നിട്ടുണ്ട്, മൂണിൻ്റെ പിക്ചർ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പല കാര്യവും ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അവരുടെ സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ട് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ സിറ്റുവേഷൻ നോക്കിയപ്പം പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്ക് ഹാങ്ഡ് മാൻ ആണ്. ഇതൊരു സ്റ്റക്ക്ഡ് എനർജിയാണ്. ഇവിടെ നമ്മൾ കറണ്ട് എനർജി എന്താ ഈ പേഴ്സൻ്റെ നോക്കുമ്പം ഷെയറിങ് ആണ് കാണുന്നത്. അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ സഹായിച്ചവർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പെൻഡക്കിൾ വരുമ്പോൾ അത് ഫിനാൻഷ്യലി പറയാൻ പറ്റും. ഓക്കെ, എല്ലാ തരത്തിലും അവർ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഹാങ്ഡ് മാൻ വരുമ്പം അത് അവരുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആക്കുമ്പോൾ ഇവർക്ക് ഇപ്പം സ്റ്റക്കായിട്ടുള്ളൊരു ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്കഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം നോക്കുന്ന സമയത്ത് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയാണ്. ഈ പേഴ്സൺ തേർഡ് പാർട്ടീസിൻ്റെ കൂടെ ആയിരിക്കാം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു അവർ ഓൾറെഡി ഷെയറിങ് നടത്തുന്ന കാര്യം. ഷെയറിങ് എന്ന് പറയുമ്പം പൈസയുടെ ഇടപാട് അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ്, കോള്, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലം എന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അതായിരിക്കാം ഇവർ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവുകയാണ്, നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതിൻ്റെ റീസൺ അതായിരിക്കാം. ഇനി അവരുടെ ഫീലിങ്സ് നോക്കിയപ്പം നമുക്ക് വന്നത് 5 ഓഫ് പെൻഡക്കിളാണ്.
ഓക്കെ, 5 ഓഫ് പെൻഡക്കിൾ വരുമ്പം നിങ്ങൾ പൂർണ്ണമായും നഷ്ടമായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു ഡൗൺ എനർജി, അതായത് അത്രയും അവരുടെ കയ്യിൽ അത്ര നാളും ഉണ്ടായിരുന്ന ഒരു സംഭവം അത് അവർക്ക് നഷ്ടമാകുമ്പോൾ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനം നഷ്ടമാകുമ്പോഴുള്ള ഫീലിങ്സ് എന്തായിരിക്കും, ആ ഒരു ഫീലിങ്സ് ആണ് ആ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. പേജ് ഓഫ് പെൻഡക്കിൾ വരുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പ്, ഈ റിലേഷൻഷിപ്പ് ഇന്ന് നന്നാകും നാളെ നന്നാകും എന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഹോപ്പ് ഇത്രയും നാളും അവരത് വില വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവരത് തിരിച്ചറിയുന്നത് പോലെയാണ് കാണിച്ചു തരുന്നത്. സോ നിങ്ങളെ മെസ്സേജ് അയയ്ക്കുക, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ അവരതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അത് അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ്. ഓക്കെ, അപ്പം മെയിൻലി ഒറ്റ വാക്കി തന്നെ പറയാം 5 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയിൽ നിങ്ങൾ അവരുടെ കയ്യിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം നഷ്ടമായി പോകുന്നൊരു ഫീലാണ് അവർക്ക് ഇപ്പം നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങളോട് എന്തൊക്കെയോ പറയണം എന്നുള്ള രീതിയിലും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഹൈഡിങ് ഉണ്ട്, നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് കിട്ടണം, എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ട്. അതായത് അവർക്കിപ്പോൾ ടെൻഷനാണ്, നിങ്ങൾ പൂർണ്ണമായി നഷ്ടമായി പോയോ എന്നുള്ളൊരു ടെൻഷനാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അതാണ് അവരുടെ ആ ഫീലിങ്സ് ആയിട്ട് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷനിൽ 4 ഓഫ് പെൻഡക്കിളും 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആക്ഷനകത്ത് ഇവിടെ കാണുന്നത് ഇവർ ആക്ഷൻ എടുക്കാൻ ഭയങ്കര സ്ലോ ആണ്. കാരണമായിട്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണിച്ചു തരുന്നത്. ഇവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. സോ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുമ്പം ഇതൊരു എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളൊരു ചീറ്റിംഗ് അവർക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യണുണ്ട്, ഇതൊരു ചീറ്റിംഗ് ആണെന്നുള്ളത്. പക്ഷെ അവരത് ചെയ്യും, അതായത് നിങ്ങളെ കൂടെ കൂട്ടും എന്നുള്ളതാണ്. അത് ചീറ്റിംഗ് ആണ്, നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് അവർ കൂടെ കൂട്ടുന്നത് എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. ആ ഒരു ബോധത്തോടെ തന്നെ അവർ നിങ്ങളിലേക്ക് നെക്സ്റ്റ് ആക്ഷനായിട്ട് നിങ്ങളെ കൂടെ കൂട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം പക്ഷെ അത് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം അവരിങ്ങനെ നിങ്ങളുടെ സ്നേഹത്തെ സേവ് ചെയ്ത് വെച്ച് പോകുന്ന ഒരു എനർജി മാത്രമാണുള്ളത്. കറണ്ട് ഫീലിങ്സ് കുറച്ചുകൂടി നമുക്ക് നോക്കാം. ഒരു നഷ്ടബോധം ഉണ്ട് അവർക്ക്. ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് കാണിച്ചു തരാൻ പാടില്ലാത്തതാണ്. അപ്പം ലവേഴ്സിൻ്റെ എനർജി വരുമ്പം നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ട്, നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്, സോൾ കണക്ഷൻ തോന്നുന്നുണ്ട്, ഒരു അട്രാക്ഷൻ നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആക്ഷൻ സ്പീഡായിട്ട് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, ബട്ട് അതിപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ്, അവർ ട്രാവലിംഗ് വന്നിട്ടുണ്ട്. സോ അവർ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി വരും എന്നുള്ളത് കാണുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. ക്വിക്കായിട്ട് എന്തോ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ ബ്ലോക്കൊക്കെയാണ്, നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ബ്ലോക്കൊക്കെയാണ്, ഒരു മെസ്സേജും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് അടിക്കുന്നതായിരിക്കാം, റിയൂണിയൻ ആയിരിക്കാം, അവർ മെസ്സേജ് അയക്കുന്നതായിരിക്കാം, നിങ്ങൾ അയച്ച മെസ്സേജ് സീൻ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. എംപ്രസ് വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫർമേഷൻ, നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്, അൺകണ്ടീഷണൽ ലവ് കാണിച്ചു തരുന്നതാണ്. നിങ്ങളുടെ കെയറിങ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഈ സ്നേഹം ഉണ്ടായിരുന്ന സമയത്ത്, ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം അവർ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കെയറിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. കിങ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയായിരുന്നു ഇവർക്കൊരു കംഫർട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതെല്ലാം മിസ് ചെയ്യുന്നൊരു എനർജിയാണ്. ഓക്കെ, ഇപ്പം അവർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യലി അവരിപ്പം ഓക്കെ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഓക്കെ ആയതുകൊണ്ട് തന്നെ അവരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്, കടങ്ങൾ വീട്ടുന്നതായിരിക്കാം. ഓക്കെ, അപ്പം ഇപ്പം ഒരു എന്താ പറയുക, അവരുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലെല്ലാം അവർക്ക് സക്സസ് ആണ്. ഫിനാൻഷ്യലി അവർ ഓക്കെയാണ്, അവരുടെ ലൈഫ് ഇപ്പം സെറ്റിൽഡ് ആയതുപോലെയാണുള്ളത്. ഇതിൽ ഒരു കുറവെന്ന് പറയുന്നത് നിങ്ങളാണ്, അത് അവർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കെയറിങ്, ആ ഒരു കംഫർട്ട് സോണൊക്കെ അവർ നിങ്ങളുടെ കാര്യത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. 10 ഓഫ് സൂട്ട്സ് ആണ് അവസാനമായിട്ട് നമ്മൾ എടുത്തത്. കണ്ടോ, ഇവിടെ എഗെയിൻ കൺഫർമേഷൻ. ഫസ്റ്റ് നമ്മൾക്ക് കിട്ടിയ 6 ഓഫ് പെൻഡക്കിൾ തന്നെ ഇവിടെ എഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാം കൊടുക്കുന്നതാണ്. അതായത് ഒരു
ഇപ്പം ഭയങ്കര ഈഗോ ഉള്ളൊരു പേഴ്സണാണ്, കുറച്ച് അലമ്പായിട്ട് നടക്കുന്നൊരു പേഴ്സണാണ്, വലിയൊരാളാണെങ്കിലും മെച്യൂരിറ്റി ഇല്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അതെല്ലാം ഒരു ബാലൻസിലേക്ക് വന്ന് അതിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് അവനവൻ എന്ത് ചെയ്യുന്നോ അത് ചെയ്യുന്നുണ്ട്, അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ചേഞ്ചാണ്, പോസിറ്റീവ് ചേഞ്ചാണ് അവരുടെ ലൈഫിനെ സംബന്ധിച്ച്. ഇവിടെ ടെൻ ഓഫ് സോട്സിൻ്റെ എനർജി വരുമ്പം ഇത് കറണ്ട് ഫീലിങ്സ് എടുക്കുന്ന സമയത്ത് പെയിൻഫുള്ളാണ് അവർക്ക്. ഇപ്പം ഈ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് പെയിൻഫുള്ളാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ഇവർക്കത് അറിയാം, എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് ഇവർക്ക് നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ടാണ് അവർക്കതൊരു പെയിൻ. ഒരിക്കലും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞ് പോയതല്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, ആ ഒരു ഫെയിലായത് അല്ലെങ്കിൽ ആ ഒരു തോൽവി അവർക്കിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചത്, നിങ്ങൾ തുടക്കം സ്റ്റാർട്ട് ചെയ്തത് അത്ര പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെ ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട, ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പ് കാരണം ഉണ്ടാവുന്ന ഒരിക്കലും ഫേസ് വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിങ്സും തോട്ട്സും സിറ്റുവേഷനും ഒക്കെ നമ്മൾ നോക്കി. നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.